ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ അതുല്യയുടെ പേര് ജെന്നി എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ മത്ത് വടലാര 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ 10 days to go പോസ്റ്റർ വന്നു. പിന്നെ തുമ്പാട് എന്ന് പറഞ്ഞ പടം റിലീസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു സെപ്റ്റംബർ 13. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. ഇതിൻ്റെ ട്രെയിലർ നാളെ വരുന്നതായിരിക്കും. പിന്നെ വരുൺ തേജിൻ്റെ മട്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് ആദ്യത്തെ മ്യൂസിക് 3.6 കോടിക്ക് എടുത്തിട്ടുണ്ടെന്നുള്ള അറിഞ്ഞു. പിന്നെ തെളിസു കട എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീനിധി ശെട്ടി അഭിനയിക്കുന്ന പടം, ആ പടം ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പാക്കപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ ആമസോൺ പ്രൈമിലൂടെ ആയിരിക്കും വരിക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രഭുദേവയുടെ പേട്ടാറാപ്പ് എന്ന് പറഞ്ഞ പടത്തിലെ ഡാൻസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സ്വാഗ് എന്ന് പറഞ്ഞ ഒക്ടോബർ 4 പുറത്തിറങ്ങുക എന്നുള്ള അറിയിച്ചു. പിന്നെ മാർട്ടിൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ വരം പോലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കി. അതേമാതിരി ആറും അതിൻ്റെ 2ാം മാസം എന്ന് പറഞ്ഞ പടത്തിലത്തെ കിളിയെ പൂവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പവൻ കല്യാണിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഗബ്ബർ സിംഗ് എന്ന് പറഞ്ഞ പടം റിലീസിന് വന്നിരുന്നു. അത് 8.02 കോടിയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ റിലീസിനെത്തിയ പടങ്ങളിലെ ഏറ്റവും മുന്നിൽ ഇപ്പോഴും ഗില്ലി തന്നെയാണ് 10.6 കോടി ആയിട്ട്. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടം നോർത്ത് അമേരിക്കയിൽ മാത്രം 2.05 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. പിന്നെ 5 ദിവസം കൊണ്ട് 75.26 കോടിയാണ് നേടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 100 കോടി അടിക്കാനുള്ള പടമാണിത്. ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് അടിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുത്ത രാംചരൻ്റെ പടം ഇന്ത്യ 2 ഒക്കെ പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ആ പടത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിങ്ങിലായിരിക്കണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ പടം ക്രിസ്മസിന് റിലീസാവുന്നുള്ളത് ദിൽരാജു എന്നെ അറിയിച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിലത്തെ അടുത്ത പാട്ട് ദാവൂഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിലീസ് ചെയ്യാൻ പോകുന്നത് നാളെയാണ്, എന്ന് വെച്ചാൽ സെപ്റ്റംബർ 4 5-4 പുറത്തിറക്കുക. എന്തായാലും അതിൻ്റെ ഒരു പ്രൊമോ സോങ് പോലെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. വീഡിയോ സോങ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, എന്താവുന്നുള്ള കണ്ടറിയാം. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ തെലുങ്കിലുള്ള ബുക്കിംഗ് ഒക്കെ അന്ന് 5/28 ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ പ്രീ റിലീസ് ഇവൻ്റ് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വെങ്കട്ട് പ്രഭു അതിൻ്റെ അടുത്ത് സെൽഫി ഒക്കെ എടുത്തിരുന്നു, ആ ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. പിന്നെ ഈ പടത്തിൽ വിജയകാന്ത് ഉണ്ടാവും എന്നുള്ള റൂമേഴ്സ് വന്നിരുന്നു. ഇപ്പോഴും അത് റൂമറായിട്ടാണ് നിൽക്കുന്നത്, ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആൾ ഇതിലുണ്ട് എന്നുള്ള രീതിയിൽ വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് മുന്നേ കങ്കുവ ലിയോ അതിനൊക്കെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത ഒരാളാണ്. അപ്പം എന്തായാലും വിജയകാന്തിനെ വെച്ചിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം പ്രീ സെയിൽസ് ടിക്കറ്റ്സ് 700K മുകളിൽ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ 2024 കോളിവുഡ് പടങ്ങൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രീ സെയിൽസ് നേടിയ പടമായിട്ട് ഇപ്പോൾ ഗോട്ട് മാറിയിട്ടുണ്ട്. 2ാം സ്ഥാനത്തേക്കാണ് ഇന്ത്യൻ 2 ആണ് 626K ആയിട്ട്. പിന്നെ ഇതിൻ്റെ വേൾഡ് വൈഡ് പ്രീ സെയിൽസ് കളക്ഷൻ 50 കോടിയിലും മുകളിലായിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും പടത്തിന് 3 മണിക്കൂറും 25 മിനിറ്റിലും മുകളിലേക്ക് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്താന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് സെൻസറിങ് എന്നല്ല, അവരെന്നെ കട്ട് ചെയ്താന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ചിലപ്പോൾ OTTയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് ഡയറക്ടേഴ്സ് കട്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇറക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് വെങ്കട്ട് പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രീ റിലീസ് ഇവൻറ്റിൽ വെച്ചിട്ട്. പിന്നെ ഈ വിസിൽ പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നമ്മൾ ഫോണിൽ കേട്ട വെർഷൻ ആയിരിക്കില്ല തിയേറ്ററിൽ ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഡിഫറെൻറ്റ് വെർഷനാണ് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ വെർഷനാണ് തിയേറ്ററിൽ കാണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.